ഹായ് ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ 40 ഡേ സ്റ്റഡി പ്ലാനിലെ ഡേ 26 അടക്കാണ്. അപ്പൊ ഇന്നലെ എല്ലാവർക്കും അവധിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നലെ എല്ലാവരും അത് കൃത്യമായിട്ട് വിനിയോഗിച്ചു പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ആൻഡ് അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നോക്കിയിരുന്നത് ഇതുപോലെ ഹിസ്റ്ററിയും ജോഗ്രഫിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങളാണ്. അപ്പൊ കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ മറ്റേ 20 ദിവസം എടുത്തുകൊണ്ട് തീർത്ത ടോപ്പിക്കുകൾ ഒന്നാണ് സുപ്രധാന നിയമങ്ങൾ. അപ്പൊ എല്ലാവരും അന്ന് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് റിവിഷൻ ആയിട്ട് എടുക്കുക എല്ലാവരും. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോണ ടോപ്പിക്കുകൾ ഏതൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ RTI, അതായത് വിവരാവകാശ നിയമം 2005, അതുപോലെ പോക്സോ, അതുപോലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഇത് മൂന്നാണ് ഇന്ന് പഠിക്കേണ്ടത് എല്ലാവരും. ഇത് പഠിക്കുക കൂടാണ്ട് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള PYQകൾ കണ്ടുപിടിച്ച് ചെയ്യേണ്ടതാണ്. അത് കൂടാണ്ട് ഹോട്ട് ടോപ്പിക്കുകളായിട്ട് ഇപ്പൊ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ചോദ്യങ്ങൾ വരുന്നത് പദവികളാണ്. അതായത് കറന്റ്ലി ഏതൊക്കെ പൊസിഷനിൽ ആരൊക്കെയെന്നുള്ള കാര്യങ്ങൾ നോക്കണം. അത് കൂടാണ്ട് കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങൾ അവരുടെ വകുപ്പുകൾ ഏതാണ്. അത് കൂടാണ്ട് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് കാണുന്നത് കേരളത്തിലെ MLA-മാരെയും അവരെ മണ്ഡലങ്ങൾ ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതും കൂടി ഒന്ന് നോക്കിക്കാം. ജസ്റ്റ് നോക്കിയാൽ മതി. പക്ഷെ സീരിയസ് ആയിട്ട് നോക്കേണ്ടത് കേന്ദ്ര മന്ത്രിസഭയാണ് നോക്കേണ്ടത്. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാനുള്ളത് 74/2024 അതേപോലെ പ്രിലിംസിന്റെ 5ാം ഘട്ടം 2021. ഈ 2 പേപ്പറുകളാണ് ഇന്ന് നോക്കാനുള്ളത്. അപ്പൊ ഇത്തരം കാര്യം കൃത്യമായിട്ട് നോക്കാം. പിന്നെ നമ്മൾ മുന്നേ പഠിച്ചത് റിവൈസ് ചെയ്യുക. പിന്നെ ഇത് കൂടാണ്ട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതായത് നമ്മുടെ MEM ടച്ച് വിടാണ്ട്, കാരണം ഓൾറെഡി നമുക്ക് കഴിഞ്ഞതാണ് നമ്മുടെ ടൈം ടേബിളിൽ. അപ്പൊ അത് വീണ്ടും വീണ്ടും നമ്മുടെ PYQകൾ വെച്ച് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.